പുലിമുരുകൻ സിനിമയ്ക്ക് ഇന്ന് 9 വയസ്സായിട്ടുണ്ട്. സിനിമ ഇറങ്ങി 9 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് തിയേറ്റർ കൗണ്ടറിൽ മണിക്കൂറോളം നിന്നൊക്കെയാണ് പുലിമുരുകൻ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയത്. അന്ന് പുലിമുരുകൻ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവർ മമ്മൂക്കയുടെ തോപ്പിൽ ജോപ്പിന് കയറുന്നതായിരുന്നു പതിവ്. പുലിമുരുകൻ റിലീസ് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിൽ ഒരുവിധം തിയേറ്ററുകളിൽ ആദ്യ ദിവസത്തെ അതേ തിരക്ക് തന്നെയാണ് ഉണ്ടായത്. പുലിമുരുകൻ സിനിമയുടെ ടൈറ്റിൽ കാർഡ് മുതൽ ഫൈറ്റ് സീനുകളിലൊക്കെ ഗോപി സുന്ദർ പഠിപ്പിക്കുന്ന BGM ഒക്കെ തിയേറ്ററുകളിൽ വൻ ഓളാണ് ഉണ്ടാക്കിയത്. പുലിമുരുകനോളം ഇത്രത്തോളം ആഘോഷിക്കപ്പെട്ട ഒരു അടിപ്പടം മലയാള സിനിമയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പുലിമുരുകൻ സിനിമ മുതലാണ് മലയാളികൾ 100 കോടി ക്ലബ് എന്ന ആ ഒരു വാക്ക് കേൾക്കുന്നത്. അതുപോലെ പുലിമുരുകനിലെ ലാലേട്ടൻ ഇടുന്ന ആ ഒരു ചെരുപ്പ് അന്ന് വൻ ട്രെൻഡായിരുന്നു. ബിഗ് ബഡ്ജറ്റിൽ പല മലയാള സിനിമകൾ വരുമ്പോൾ അടുത്ത 100 കോടി ഇതായിരിക്കും. അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസ് മമ്മൂക്കയുടെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുമ്പോൾ മുരുക നീ തീർന്നു എന്ന വാചകം ഉപയോഗിക്കാറുണ്ട്. അന്ന് മാത്രമല്ല ഇപ്പോഴും അവർ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് വർഷങ്ങളായി പുലിമുരുകൻ്റെ കേരള കളക്ഷൻ വേറൊരു സിനിമയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മലയാള സിനിമയ്ക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന് കാണിച്ചൊരു ചിത്രം കൂടിയാണ് പുലിമുരുകൻ. മന്യൻ ടോലി എന്ന് പേര് മാറ്റി സിനിമ തെലുങ്കിലും വൻ വിജയമായിട്ട് മാറി. പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെ ഈ ഒരു സിനിമയിൽ മെയിൻ പോസിറ്റീവാണ്. വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം കൂടിയായിട്ട് പുലിമുരുകൻ മാറി. ഈ ഒരു പുലിമുരുകൻ സിനിമയിലെ ക്ലൈമാക്സ് സീക്വൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ് അതൊരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു. പുലിമുരുകൻ്റെ ക്ലൈമാക്സ് സീനുകളിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ വൻ ഗൂസ് ബംസ് അടിക്കുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു. ഇന്നായിരുന്നു ഈ പുലിമുരുകൻ സിനിമ റിലീസാവുന്നതെങ്കിൽ ടിക്കറ്റ് റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് കിട്ടിയതിൻ്റെ ഡബിൾ ഇരട്ടി കളക്ഷൻ ഇന്ന് വന്നിരുന്നേനെ. പുലിമുരുകൻ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകൾ കമൻറ്റ് ചെയ്യും. ദിലീഷ് പോത്തൻ ലാലേട്ടൻ പടത്തിൽ DOP ചെയ്യാനായി ആഷിഖ് കപൂറുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമ ദിലീഷ് പോത്തൻ്റെ സ്റ്റൈലിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ദിലീഷ് പോത്തൻ ലാലേട്ടൻ പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ കാത്തിരിക്കുക.